പത്രപ്രവർത്തകൻ, സംഗീത ആസ്വാദകൻ, നിരൂപകൻ, സ്പോർട്സും സംഗീതവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന കോളംനിസ്റ്റ്, കോഴിക്കോട് സ്വദേശി, മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ ശ്രീ രവി മേനോനാണ് ഇന്ന് നമ്മളോടൊപ്പം. ദ നെക്സ്റ്റ് ഗസ്റ്റ് ഓൺ ദ 973 ഷോ. മിസ്റ്റർ മേനോൻ, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓണക്കാലം ബഹ്റിനിലാണ് അല്ലേ? ഹാപ്പി ഓണം. ആദ്യമായിട്ടാണ് വിദേശത്ത് ഓണം ആഘോഷം. ഓ ഓക്കെ. അയ്യോ, അതൊരു വലിയ ഭാഗ്യമാണ് ബഹ്റിന് എന്ന് ഞാൻ പറയും. കാരണം ഇവിടെ വരുന്ന സമാജത്തിന്റെ ഗസ്റ്റ് ആയിട്ടാണല്ലോ വന്നത്, ബഹ്റിൻ കേരളീയ സമാജം. ഇവിടെ വന്ന മിക്ക ഗസ്റ്റുകളും ഒരുപാട് തവണ വന്നിട്ടുള്ളവർ. വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ ഒരാള്. ഇങ്ങനെയുണ്ട് വിദേശത്തെ ഓണത്തിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഓണം വൈബ്. ഇന്നലെ അവരുടെ സമാജത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വായനക്കാരുമായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ആശയവിനിമയം. എനിക്ക് വലിയ സന്തോഷമായി. കാരണം വെച്ചാൽ അവരുടെ ഒരു പാട്ടിനെ കുറിച്ചിട്ടുള്ള കൗതുകങ്ങള്, ന്യാസകൾ ഇതൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഇന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ജയേട്ടനെയാണ്. കാരണം ഞാനത് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. കാരണം സമാജം വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പൊ ചെയ്യുന്നത്. പി ജയചന്ദ്രന്റെ മെമ്മോറിയൽ പോലെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു പാട്ടുകളെ കുറിച്ച്. അതിനോട് ചേർന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. ആ അനുഭവങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. എല്ലാ ഓണത്തിനും മുടങ്ങാതെ വന്നെത്തിയിരുന്ന ഒരു ഫോൺ കോളാണ്. അത് മാത്രമല്ല, എന്റെ ഓർമ്മയില് മനോഹരമായ ഒരു ഓണക്കാല ഓർമ്മ എന്ന് പറയുന്നത് ജയേട്ടനോടൊപ്പം ഇരിഞ്ഞാലക്കുടയില്, എനിക്ക് തോന്നുന്നു ഉത്രാടത്തിനോ പൂരാടത്തിനോ ആയിരുന്നു അത്. അപ്പൊ അദ്ദേഹം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് എന്തോ ഒരു ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയം, അപ്പൊ ചേട്ടൻ നമുക്ക് ഇരിഞ്ഞാലക്കുട വരെ ഒന്ന് പോവാം, ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ്, അപ്പൊ അവിടെ കുറെ പേരെ കാണാൻ എന്റെ ഗുരുക്കന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ അവിടുന്ന് അദ്ദേഹത്തിന്റെ കാറിൽ പോയി. വലിയ ഓർമ്മകളൊക്കെ വീണ് മയങ്ങുന്ന ഒരു സ്ഥലമാണുള്ളത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി, കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പൊ അവിടെ തൊഴുതു, വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ തൊഴുത് ഇറങ്ങുമ്പോ എനിക്കൊരു ആഗ്രഹം, ഒരു അധിക പ്രസംഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ജയേട്ടാ, എനിക്ക് ആ കൂടും പിണികളെ കണ്ണാലൊഴിച്ച കൂടൽമാണിക്യ സ്വാമി എന്നൊരു പാട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടാണ്, പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടാണ്. അതൊന്ന് ജയേട്ടൻ പാടി കേൾക്കണമെന്നുണ്ട് ഇവിടെ ഇരുന്ന് എന്നിട്ട്. അപ്പൊ സാധാരണ ജയേട്ടൻ മൂഡിലല്ലെങ്കിൽ പറയാം, അതൊന്നും വേണ്ട, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പുള്ളി ചെയ്യാം, വെറുതെ അവിടെ ഒരു ആൽമരമുണ്ട്, അപ്പൊ ആൽമരത്തിന്റെ സൈഡിൽ ചാരി നിന്ന് കൂടും പിണികളെ എന്ന് പറയുന്ന പാട്ട് പാടിത്തരും. അപ്പൊ അതിന് ആരൊക്കെ വഴിയെ പോകുന്നവരൊക്കെ വന്ന് പുള്ളി തൊഴുതുണ്ട്, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ആ പാട്ട് പാടി. അപ്പൊ അതെന്റെ ജീവിതത്തിലൊരു മറക്കാനാവാത്ത ഒരു ഓണക്കാലം. എനിക്ക് അത് ഓർമ്മ വന്നു ശരിക്കും. കാരണം ഇന്നിപ്പോ ജയേട്ടന് പരിപാടിയാണ് സമാജത്തിന്റെ, ഒരു ജയേട്ടന് അനുസ്മരണം നടത്താൻ പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ എന്തോ ജയേട്ടന്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഈ ഓണക്കാലത്ത് ഞാൻ അനുഭവിക്കുന്നു. അല്ലെങ്കിലും നമ്മൾ ഈ ഓണത്തിന് മിസ് ചെയ്യുന്ന ഒരാള് ശ്രീ ജയചന്ദ്രൻ തന്നെയായിരിക്കും. ദ നമ്പർ ഓഫ് സോങ്സ്, അല്ലെങ്കിൽ ആ സോങ്സിന്റെ ഒരു വേറൊരു ഡിഫറെന്റ് ഒരു വോയിസ് ടെക്സ്ചറും എല്ലാം അല്ലേ ശ്രീ ജയചന്ദ്രന്റെ? നല്ലൊരു ഓർമ്മ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഓർമ്മ, നല്ലൊരു, ഞങ്ങളുടെ ലിസണേഴ്സിന് വളരെ നല്ലൊരു സ്പെഷ്യൽ ഓണ ഗിഫ്റ്റ് ആയിട്ട് തന്നെ കാണുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ സമാജം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്താണെന്ന് പറഞ്ഞല്ലോ, നല്ലൊരു ഓർമ്മയും പറഞ്ഞു. എങ്കിലും ഇൻ ജനറൽ എപ്പം മുതലാണ് ഈ ജയചന്ദ്രൻ പാട്ടുകളോട്, അല്ലെങ്കിൽ ശ്രീ ജയചന്ദ്രനോട് അടുക്കാനും പരിചയപ്പെടും, അതൊന്ന് പെട്ടെന്ന് ചുരുക്കി പറയാമോ? അത് ഞാൻ ജയേട്ടനെ ഇഷ്ടംപോലെ ജയേട്ടനെ പറ്റി എഴുതിയിരുന്നു, പരിചയമില്ലെങ്കിൽ പോലും. കാരണം ഒരു ലേറ്റ് 80s 90s ജയേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം അപ്രത്യക്ഷനായി സിനിമയിൽ നിന്ന്. കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകളൊന്നും കേൾക്കാറില്ല. അപ്പോൾ സിനിമയുടെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നു, പുതിയ ട്രെൻഡുകളൊക്കെ വന്നു. അപ്പൊ എനിക്കതിൽ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ജയേട്ടനെ പോലെ ഒരാളിങ്ങനെ പാടാതിരിക്കുക എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു, വെള്ളി നക്ഷത്രത്തില് ഒരു മ്യൂസിക് കോളം ഉണ്ടായിരുന്നു, ഒരു ആസ്വാദനാണ്. അപ്പൊ അതില് കാസറ്റുകൾ റിവ്യൂ ചെയ്യും. അപ്പോ സിദ്ധാർത്ഥ എന്നൊരു പടം വന്നു ആ സമയത്ത്. അത് ഇറങ്ങിയില്ല. ജോമോനെ മറ്റു ഡയറക്ട് ചെയ്യുന്നൊരു പടം സിദ്ധാർത്ഥ. അത് വിദ്യാസാഗറാണ് മ്യൂസിക്, കൈരപ്രം എഴുതിയിട്ട്. അപ്പൊ അതില് ജയേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, വളരെ കാലത്തിന് ശേഷം കേൾക്കുന്നുണ്ട്, കൈവന്ന തങ്കമല്ലേ എന്ന്. അധികാളും കേട്ട് താരാട്ടം, അച്ഛൻ പാടുന്ന താരാട്ടം. ആ പാട്ട് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് എത്രയോ ഒരു ഗ്യാപ്പിന് ശേഷം. അപ്പൊ ഞാനതിന്റെ റിവ്യൂ എഴുതിയപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ജയേട്ടൻ്റെ പാട്ട് ശബ്ദം മനോഹരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു വിദ്യാസാഗർ. പക്ഷേ എല്ലാത്തെയും പോലെ ഈ പാട്ട് സിനിമയിൽ ഇടം പിടിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം പലപ്പോഴും പാടിയിട്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ വരില്ല. അങ്ങനെ ആവാം.
പക്ഷെ അറാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയായോ? ആ പാട്ട് വന്നില്ല. അത് ചിത്രയുടെ വേർഷനാണ് വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജയേട്ടനെ പരിചയപ്പെടുന്നത്. ജയേട്ടനെ പരിചയപ്പെട്ട് മദ്രാസിൽ ഞാൻ എൻ്റെ വേൾഡ് കപ്പ് 1998 വേൾഡ് കപ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഫ്രാൻസ് വേൾഡ് കപ്പിനെ സംശയം. അപ്പൊ അതിന്റെ ജനറൽ ഡെസ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ചെന്നതാണ്, വേൾഡ് കപ്പ് ഡെസ്ക്. അപ്പൊ രാത്രി ഡ്യൂട്ടി ഉള്ളൂ, പകൽ മുഴുവൻ ഫ്രീ ആണ്. അപ്പൊ ഞാൻ ജയേട്ടനെ കാണാൻ പോയി. ജയേട്ടനെ വിളിച്ചു, ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചപ്പോൾ ഏട്ടൻ വരാൻ പറഞ്ഞു. ജയേട്ടന് വീട്ടിൽ ചെന്നു. അപ്പൊ ജയേട്ടനോട് ചോദിച്ചു, നിങ്ങളല്ല ഞാൻ പറഞ്ഞു അത് ചേട്ടാ, എന്നാ വരൂ നമുക്കൊരു സ്ഥലം വരെ പോകണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ കേട്ടാ ഞാൻ പറയാം. അങ്ങനെ പുള്ളിയുടെ സെൻ കാറുണ്ട്, ഒരു വയലറ്റ് സെൻ കാറിൽ ഏട്ടൻ എന്നെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് പുള്ളിയുടെ യാത്രയിൽ കൂടി. അങ്ങനെ ഞങ്ങൾ തരങ്കണിയിലാണെന്ന് തോന്നുന്നു, തരങ്കണിയിലാണോ അതോ വർഷവല്ലേക്ക് ഏതൊരു സ്റ്റുഡിയോയിലാണ്. അപ്പൊ അന്ന് ദാസേട്ടന്റെ പൊന്നോണ തരങ്കിണി റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. ട്രാക്ക് എടുത്തിട്ടുണ്ട്, വിദ്യാസാഗർ ഉണ്ട്. വിദ്യാസാഗർ അന്ന് യങ്സ്റ്റർ ആണല്ലോ വിദ്യാസാഗർ. അപ്പൊ ജയേട്ടൻ വന്നു. ജയേട്ടൻ ചെന്ന് എന്നെയും കൂട്ടി വിദ്യ എവിടെ വന്നു. വിദ്യ ഇത് രവി മേനോൻ കണ്ടാണ്, ഇയാൾ എഴുതിയിരുന്നു നിങ്ങൾ ചെയ്ത ആ പാട്ട് സിനിമയിൽ ചിലപ്പോൾ വരാൻ സാധിക്കില്ല, അതേപോലെ വന്നില്ല, എന്തുകൊണ്ടാ സിനിമയിൽ കൊടുത്തില്ല. അപ്പൊ വിദ്യാർത്ഥിയൊന്നും അറിയില്ല, നന്നായി പാടിയിട്ടുണ്ട് പാട്ട്, സിനിമയിൽ വന്നില്ല എനിക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ സിനിമ പുറത്തിറങ്ങിട്ടോ, സിദ്ധാർത്ഥ് പുറത്തിറങ്ങിയ പടാത്. അപ്പോ ജയേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പൊ വിദ്യാജി പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനും പറഞ്ഞു കുഴപ്പമില്ല വിദ്യാജി അറിയില്ല. അങ്ങനെ ഞങ്ങള് അവിടെ ഇരുന്നു. അത് റെക്കോർഡിങ് മറ്റേ ബാക്കി കാര്യം ട്രാക്കൊക്കെ മിക്സ് ചെയ്യുന്നത് കേട്ടിട്ട് കൺസോളിൽ ഇരുന്നു. അപ്പൊ ജയേട്ടൻ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്നെക്കാട്ട് വിദ്യാജിയുടെ കണ്ടക്ട് ചെയ്യുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോ പെട്ടെന്ന് ജയേട്ടൻ ഉറക്കം തുടങ്ങി, ഭയങ്കര കൂർക്കം വലി. അപ്പൊ കൺസോളില് വിദ്യാജിക്കാണെങ്കിൽ താളം കിട്ടുന്നില്ല, കൂർക്കം വലി കൊണ്ട്. എനിക്കാണെങ്കിൽ ആദ്യം ജയേട്ടനെ അങ്ങനെ ഉണർത്താനും പറ്റില്ല, അടിച്ചാലോ. അപ്പൊ അങ്ങനെ ടെൻഷനിലിരിക്കുക. അപ്പൊ വിദ്യാജിക്കൊന്നും പറയാൻ വയ്യ, പേടിയില്ല, ജയേട്ടൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയില്ല. അപ്പൊ ജയേട്ടൻ കുറച്ച് എന്നെ ഉണർന്നു, ഞെട്ടി ഉണർന്ന് പറഞ്ഞു ആ രവി പോവാമോ, പോവുകയും ചെയ്തു. പിന്നെ ശരിക്കും അന്ന് തുടങ്ങിയ യാത്രയുണ്ട്. ശരിക്കും അന്ന് ചേട്ടൻ നമുക്ക് ഒരു സ്ഥലം വരെ പോകാൻ എന്റെ MSV എടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോണ വഴിക്ക് മറ്റേ വുഡ്ലാൻഡ്സ് ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് തൈര് ശാതമായി തന്നു. ഒക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവം അതായത് സുശീല അവിടെ വിട്ടു പോകുന്നു, പുകഴേന്തിരി വിട്ടു പോകുന്നു. അങ്ങനെ മദ്രാസിൽ പുള്ളി സഞ്ചരിച്ച വഴികളിലൂടെ പോയി. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സ്ഥലം, താമസിച്ചിരുന്ന സാമാ ലോഡ്ജ് നിന്നിരുന്ന സ്ഥലം, ഇതൊക്കെ കാണിച്ചു തന്നു. ജെമിനി സ്റ്റുഡിയോ, പുള്ളിയുടെ ഓരോ ഓർമ്മകളിലൂടെ കൊണ്ട്. അങ്ങനെ ഒരു മാസം അവിടെ ഞാൻ വേൾഡ് കപ്പ് ഡെസ്കിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് തുടക്കം. അപ്പൊ ഈ ശ്രീ ജയചന്ദ്രനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തല്ലോ. പക്ഷെ ഇതിനു മുൻപ് എപ്പോഴായിരുന്നു ജയചന്ദ്രൻ പാട്ടുകളോട് ഒരു സ്നേഹമോ ഇഷ്ടമോ ഒക്കെ തോന്നി തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയില് ആദ്യം ഞാൻ കേൾക്കുന്ന പാട്ടുകൾ പലതും ജയേട്ടൻ്റെയാണ്. ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന വീട്ടില് വയനാട്ടിലാണ് ഞാൻ പഠിച്ചത്. വളരെ ഏകാന്തമായിട്ടുള്ള സ്ഥലമാണ്, അധികം ആളുകളൊന്നും ഇല്ല. അപ്പൊ അവിടെ ഞങ്ങള് സ്ട്രിക്റ്റ് ആയിരുന്നു, പഠിക്കണം. ഞാനും എൻ്റെ അനിയനും അനിയത്തിയുണ്ട്. അപ്പൊ ഒരു കോണിച്ചോട്ടിലൊരു മുറിയുണ്ട്, ഞങ്ങൾക്ക് ഒരു മേശയുണ്ട് ഞങ്ങൾ ചുറ്റും. അപ്പൊ അച്ഛൻ്റെ നിർബന്ധം വെച്ചാൽ ഉറക്കെ വായിക്കണം. അപ്പൊ അച്ഛൻ ഓഫീസ് മുറിയിൽ നിന്ന് പണിയെടുക്കണ്ടാവും, കേൾക്കണം. അല്ലെങ്കിൽ എന്താ അവിടെ കേൾക്കുന്നില്ലല്ലോ വായിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഉറക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ആ റേഡിയോയില് ചലച്ചിത്രഗാനം വരും. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ 3 പേരും പാട്ടിന്റെ പ്രാന്തന്മാരാണ്. ആ പാട്ട് ഈ സംസാരം മുറിയാനും പാടില്ല. അങ്ങനെ ഒരു വളരെ കൺഫ്യൂഷനിൽ വളരെ സേഫായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു പാട്ട് വരുന്നത്. ആ ഒരു കിളികളുടെ ശബ്ദം ഒക്കെ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹമ്മിങ് കഴിഞ്ഞിട്ട് പാട്ട് പൂവും പ്രസാദവും എന്നൊരു പാട്ട്. അപ്പൊ ആരാന്നും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഉറക്കെ സംസാരിക്കും. അപ്പൊ അച്ഛനിങ്ങനെ വിളിച്ച് ചീത്ത പറഞ്ഞു. പക്ഷെ ആ പാട്ട് ഞാൻ ഫുൾ കേട്ടു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ആദ്യം ഫുള്ളായിട്ട് കേട്ടൊരു പാട്ടാണ്. അത് കഴിഞ്ഞ് വേറൊരു സംഭവം എന്താ വെച്ചാല്, അന്ന് അച്ഛൻ കുറച്ച് ശിക്ഷിക്കും നന്നായിട്ട്. എനിക്കന്ന് കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ അടിക്കുകയൊക്കെ ചെയ്യും. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേലെ എൻ്റെ വല്യമ്മയുടെ മുറിയിൽ പോകും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അവിടെ ഒന്നും അടിക്കില്ല അച്ഛൻ. അപ്പൊ അവിടെ വല്യമ്മയുടെ മേശപ്പുറത്ത് ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്, GC, പഴയ GC റേഡിയോ. അത് ഓൺ ചെയ്ത് അന്ന് വല്യമ്മ പാട്ടൊക്കെ കേൾക്കണം. വല്യമ്മ ജയേട്ടന്റെ വലിയ ഫാനാണ്. ജയേട്ടന്റെ ശബ്ദം ഉരുളങ്കല്ല് പോലുള്ള ശബ്ദം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ അവിടെ ഒളിച്ചിരിക്കുമ്പോ മറ്റേ
മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ അച്ഛന് പേടിച്ചിരിക്കുമ്പോൾ കേട്ടൊരു പാട്ടാണ് ഇപ്പൊ എനിക്ക് അന്ന് കേട്ട അതേപോലെ കുപ്പാറിയ കീശമേ കുങ്കുമപ്പൊട്ടു കണ്ട് കൂട്ടുകാരിന്നെ കളിയാക്കി പാട്ടാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു വിഷ്വലും വരുന്നുണ്ട് മനസ്സിൽ. പക്ഷെ ആ പാട്ട് ഞാൻ ഇപ്പൊ യാദർശികമായിട്ട് പിന്നെ ഞാൻ ഒരിക്കലും മദ്രാസിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ജയേട്ടനോട് കൂടെ ജയേട്ട ഐക്കുപ്പായ കഴിച്ചിരുന്നു കുറെ പാട്ട് ഞാൻ പാടിത്തരും പുള്ളി ഡ്രൈവ് ചെയ്യുമ്പോൾ. വേറെ പാടിയത് അന്നധികം തിരക്കൊന്നുമില്ല. അപ്പൊ ഈ പാട്ട് പാടിയിട്ട് പുള്ളി ചോദിച്ചത് ഇതെന്താ ഈ പാട്ട് എന്നോട് ഇത്ര ഇതൊന്നും അങ്ങനെ ആരും ചോദിക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പുള്ളി കേട്ട് സന്തോഷമായി. പുള്ളിയെ കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞതാണ്, കുറച്ച് ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പേടിയുള്ള ഒരു വ്യക്തിയാണ് അല്ലെ, മുൻചുണ്ടി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഇപ്പം ഈ നറേഷൻസ് ഒക്കെ കേട്ടപ്പോ എനിക്ക് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു, ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു അല്ലേ. ശുദ്ധനാണ്. എന്നോട് ബിജിബാല ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ബിജിബാല എന്നെ വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ജയേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം. അപ്പൊ വിജി അത് കുഴപ്പമില്ല, പുള്ളിയെ വിളിച്ചു. അയ്യോ ഞാൻ വിളിക്കില്ല, രവി ഒന്ന് വിളിച്ച് വന്ന് അദ്ദേഹത്തോട് പറയണം ഞാനിങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ജയത്തിനെ വിളിച്ചു, ഇങ്ങനെ പുതിയൊരു പയ്യനുണ്ട് മ്യൂസിക്കായിട്ട്. അതെന്താ അപ്പൊ വിളിച്ചോട്ടെ, പൈസ തരണം അത്രേ ഉള്ളൂ. വിജി എങ്ങനെയാണ് വിജി ആക്ച്വലി മിസ്റ്റർ മേനൻ പറയുമ്പോ ശരിക്കും ശ്രീ ജയചന്ദ്രനെ കേൾക്കുന്ന പോലെയുണ്ട്, ചെറിയൊരു മിമിക്രി ഇതും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പാട്ട് സെലക്ഷൻ, നല്ല രസമുണ്ട്. ഈ പറഞ്ഞ 3 പാട്ടുകൾ ഇപ്പൊ കൂടമാൽക്കാണെങ്കിലും ലാസ്റ്റ് പറഞ്ഞതും മറ്റതും എല്ലാം വളരെ റെയർ ആയിട്ടുള്ള ശ്രീ ജയചന്ദ്രന്റെ പാട്ടുകളാണ്. ഇനി അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഫേസ്ബുക്ക് പോസ്റ്റുകൾ വളരെ പ്രസിദ്ധമാണല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. അപ്പോൾ കാതോരം എന്ന് പറയുന്ന പുസ്തകത്തില് അത് ഫേസ്ബുക്ക് റിലേറ്റഡ് അല്ല, കാതോരം എന്ന് പറയുന്ന പുസ്തകത്തിൽ KS ചിത്രയുമായിട്ട് അച്ഛൻ്റെ ഞാനൊരു അച്ഛൻ മകളാണ്. എനിക്ക് വളരെയധികം ഞാൻ എൻ്റെ ലൈഫിൽ എന്നും മിസ് ചെയ്യുന്ന ഒരു വ്യക്തി. 27 വർഷമായി അച്ഛൻ പോയിട്ടെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ കണ്ണു നനയിക്കും. അപ്പൊ അതിൻ്റെ ഒരു പോർഷൻ കാണാനിടയായി, KS ചിത്രയും പുള്ളിക്കാരുടെ ഫാദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് പറയുമോ? KS ചിത്ര ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിന് റിസീവ് ചെയ്യുന്നതാണ്. ചിത്ര ചേച്ചി ഇപ്പോഴും വരുന്നുണ്ട്, ഈ കൊല്ലം വരുന്നുണ്ട്. അച്ഛനാണ് ശരിക്കും പറഞ്ഞ ചിത്രയിലെ സിംഗറിനെ ഗ്രൂം ചെയ്തത്, അമ്മയെക്കാളും. അമ്മ അധ്യാപികയാണ്, നല്ല സ്വഭാവമാണ്, പെരുമാറ്റം, നല്ല ഒരു അക്കാഡമീഷ്യനാണ് അമ്മ. ഒരു നല്ല വീട്ടമ്മയായിട്ട് ചിത്രയെ കാണാൻ ആഗ്രഹിച്ച ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ ഭയങ്കരമായിട്ട് ആർട്ടില്, പ്രത്യേകിച്ച് അഭിനയത്തില്, ഈ സത്യനും പ്രേം നസീറും ആദ്യമായിട്ട് മേക്കപ്പ് ടെസ്റ്റ് ചെയ്ത പടത്തില് ചിത്രയുടെ അച്ഛനും ഉണ്ടായിരുന്നു മൂന്നാമനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് നല്ല സുന്ദരനായിരുന്നു. അന്നത്തെ ഫോട്ടോ കാണാൻ നല്ല സുന്ദരനായിരുന്നു. ചിത്രയുടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോ അങ്ങനെ ഒരാളായിരുന്നു പുള്ളി. സംഗീതം ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല പാട്ടുകാരനായിരുന്നു. മണിമുഴക്കം എന്ന് പറഞ്ഞൊരു കവിത, അതുമാതിരി ചെങ്ങമ്പുഴയുടെ കവിതകള്, സൈകളുടെ സോജ രാജകുമാരി. എന്നോട് ദേവരാമാഷ് പറഞ്ഞിട്ടുണ്ട്, ചിത്രയെ ഞാനൊന്നും എന്താ ധിക്കരിച്ചാലും ഞാനൊന്നും പറയില്ല, കൃഷ്ണനായരുടെ മകളാവുള്ളതെന്ന്. അത്രയും ഇഷ്ടമായിരുന്നു. ആ അച്ഛന് ഇങ്ങനെ ക്യാൻസർ വന്നിട്ട് എന്നാലും ചിത്രയെ എല്ലാ റെക്കോർഡിങ്ങുകൾക്കും അദ്ദേഹമാണ് അനുഗമിക്കുക. ജാസിലേക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവസാനത്തെ ആ റെക്കോർഡിങ്ങിന് ഒരു റെക്കോർഡിങ് സമയത്ത് ഇങ്ങനെ റെക്കോർഡിങ് വോയിസ് ബൂത്ത് നിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ കൺസോളിൽ അച്ഛൻ്റെ ഇവിടെയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് ഈ വേദന കൊണ്ട് ഇങ്ങനെ പൊളിയുന്ന ഒരു ചിത്ര ഓർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചിത്ര പറഞ്ഞു, ഞാൻ ഇനി പാടുന്നില്ല അച്ഛാ, നമുക്ക് പോവാം, ഞാനിനി വരുന്നില്ല. അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് പിന്നെ ചിത്ര കണ്ടിന്യൂ ചെയ്തത് പാട്ടിൽ. പിന്നെ അതുപോലെ ആദ്യത്തെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തെ തിയേറ്ററിന്റെ 3ാമത്തെ ഫ്ലോറിലേക്ക് ഓടി കയറിയില്ലേ, പടം തുടങ്ങിക്കഴിഞ്ഞു. അച്ഛനാണെങ്കിൽ അസുഖമാണ്. പക്ഷെ എന്നിട്ട് പോലും അച്ഛൻ ആ കൗതുകം, അതിൻ്റെ മകളുടെ ഒരു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ പേര് ടൈറ്റിലിൽ വരുന്നത് കാണണം എന്ന് പറഞ്ഞിട്ട് ഓടി കയറിയൊക്കെ ചിത്ര പറയാറുണ്ട്. ചിത്ര ആ അച്ഛൻ്റെ ഒരു ഹൃദയ നൈർമല്യം പൂർണ്ണമായിട്ട് ചിത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഹമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എൻ്റെ ലൈഫിൽ ഒരു പുണ്യമാണ്
കഴിഞ്ഞ ഓണത്തിന് ഞാൻ ചിത്ര ചേച്ചിയെ കാണാനിടയായത്. ഇന്ന് വരെ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഹംബിൾ ആൻഡ് സിംപ്ലിസിറ്റി ഡിഫൈൻഡ്. എനിവേ, ചിത്ര ചേച്ചിയെ ഓർക്കുന്ന ഈ സമയത്ത് അടുത്ത ആഴ്ച നമ്മളോടൊപ്പം ഉണ്ട് ഇവിടെ സമാജത്തിലെ ഓണം ആഘോഷിക്കാനുണ്ട്. മറ്റൊരു ചോദ്യം, ഇപ്പോഴത്തെ ഒരു സെൻസേഷൻ മൂവിയാണല്ലോ ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വത്തിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു അഭിന ജാവ് ചോഡ്കറിന്റെ. ഞാനതിനോട് ചേർത്ത് വെക്കുന്നത് കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ ഉണ്ടായിരുന്നു, ജൽത്തെ ഹേ ജിസ്കെ ലിയെ. അത് ഒരു പാരലൽ പോലെ എനിക്ക് തോന്നി അത് വായിച്ചപ്പോൾ. ഈ ചില പഴയ ട്രൂ ജെംസ് എന്ന് പറയുന്ന പാട്ടുകളാണ് ഈ രണ്ടും. അപ്പൊ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു പുതിയ സിനിമയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഇമോഷനാണ് അല്ലേ? അതെന്താ സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പാട്ടിന്റെ എന്തുകൊണ്ടാണ് ഒരു പാട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ രചന കൊണ്ടാവണമെന്നില്ല, മ്യൂസിക് കൊണ്ടാവണമെന്നില്ല, ആലാപനം കൊണ്ടാവണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ ഏത് ഘട്ടത്തിലാണ് കടന്നു വന്നത്, അതാണ് നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്ന മുഹൂർത്തത്തിലായിരിക്കും, നമ്മൾ പ്രണയത്തിലായ മുഹൂർത്തത്തിലായിരിക്കും. ആ സമയത്ത് കടന്നു വരുന്ന ഒരു പാട്ട് എന്നും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പാട്ടിൻ്റെയൊക്കെ പഴയ പാട്ടുകൾ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഒരു വരി അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റൽ ബിറ്റ് കേട്ടാൽ പോലും നമ്മളൊരു ടൈം മെഷീനിൽ കയറിയ മാതിരി അങ്ങ് പോവാണ് ബാക്കിലേക്ക്. ഇപ്പൊ ജൽത്തെ ഹേ ജിസ്കെ ലിയയില് തലത്തിന്റെ ഹമ്മിങ് കേൾക്കുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്ക് നമ്മൾ പിന്നെ ഏതോ ലോകത്തെ. എൻ്റെ സ്കൂളിൽ ഞാൻ വയനാട്ടിലെ മഞ്ഞ് മൂടിയ പ്രഭാതങ്ങളിൽ വെയിലൊക്കെ വരാൻ 12 മണിക്കോ 11 മണിക്കോ. അപ്പൊ അങ്ങനെ നടന്നു പോയിരുന്ന ഒരു കാലം, പിന്നെ സ്കൂളിലെ കുട്ടികളുടെ ഓർമ്മകൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകളിൽ പാട്ട് തിരിച്ചു കൊണ്ടുവരും. അതുപോലെ ഈ അഭിന ജാവ് ചോഡ്കർ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് ആ റേഡിയോ വീട്ടിൽ ആദ്യമായിട്ട് അച്ഛൻ വാങ്ങിക്കൊടുന്നപ്പോൾ അച്ഛനെ എല്ലാവരും വിളിച്ച്, അന്ന് റേഡിയോ വലിയൊരു ആണല്ലോ, റേഡിയോ വന്ന് അച്ഛൻ ഇങ്ങനെ നോബൊക്കെ തിരിച്ച് സ്റ്റേഷൻ ട്യൂൺ ചെയ്തിട്ട് സ്റ്റേഷൻ എനിക്ക് ഒന്ന് ഷോർട്ട് വേവ് എന്തോ ആണ്, സിലോൺ റേഡിയോ എന്തോ. പെട്ടെന്നാണ് അഭിന ജാവ് ചോഡ്കർ के दिल अभी भरा नहीं അന്ന് റഫിയാണെന്ന് അറിയില്ല. പക്ഷെ ആ ശബ്ദം ആ സമയത്ത് സിനിമയിൽ കേട്ടപ്പോ ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ശരിക്കും. കാരണം അതൊരു ചിലപ്പോൾ ഇതൊക്കെ ഒരു കിറുക്കായിരിക്കും, ആൾക്കാർ വിചാരിക്കുന്നത് ഇത്രയൊക്കെ വലിയ സംഭവം ഉണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ മാതിരിയൊക്കെ, ഓരോ ചെവിയും ഓരോ മനസ്സും വ്യത്യസ്തമായിട്ടിരിക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ സംഗീതം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോ സിറ്റുവേഷൻ എന്ന് പറഞ്ഞല്ലോ. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സീനയും ജിതേഷും അത് നല്ല ഒരു അനെക്ഡോട്ട് പറഞ്ഞിട്ട് അതിനൊടുവിൽ സീന ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ഇനി പ്രണയമില്ല, ഇനി വിവാഹമില്ല. ജോൺസൺ മാഷിന്റെ ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചേർത്ത് വെക്കുന്നത് കട്ടൻ കാപ്പിയും മഴയും ജോൺസൺ മാഷ് സംഗീതം എന്നുള്ള. ഇപ്പോ മിസ്റ്റർ മേനൻ പറഞ്ഞതുപോലെ ചില പാട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് പാട്ടായിട്ടല്ല, നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷനുമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. പാട്ടുകളുടെ ഇൻഫ്ലുവൻസ് ലൈഫിൽ, അതിനെക്കുറിച്ചൊന്ന് ഒരുപാട് പഠിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പലതരം ഇൻഫ്ലുവൻസ്, പല രീതിയിൽ പാട്ട് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇല്ലേ? എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. പല പാട്ടുകളായിട്ടും ചേർത്ത് വെച്ചിട്ട് പല അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ആദ്യം സ്കൂളിൽ പോകുന്ന ഇത് സമയത്ത് അപ്പൊ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ശരിക്കും എനിക്ക് ആദ്യം അടി വാങ്ങി തന്നൊരു പാട്ടുണ്ട്. അത് കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു. സ്കൂളില് ഇങ്ങനെ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് അടുത്ത 3ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റാത്. അപ്പോൾ ബെല്ലടിച്ച ശേഷം ഞാനിങ്ങനെ മുമ്പിലിരുന്നിട്ട് കാറ്റടിച്ച് കൊടുങ്കാറ്റടിച്ച് പാടിക്കൊണ്ടിരിക്കും. അപ്പൊ കുഞ്ഞമ്മ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചിട്ട് കാറ്റടിച്ച് തീർന്നിട്ടില്ലേ. അപ്പൊ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ശിക്ഷ പാട്ട്. അപ്പൊ അന്ന് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ ഹമ്മിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം ദേവരാജൻ മാഷ കൂടെ അദ്ദേഹത്തിന്റെ പരവൂര് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് എന്നെ വിളിച്ചു പുള്ളി ഡിസംബർ എന്നൊക്കെ. അങ്ങനെ വന്നപ്പോൾ പുള്ളിയുടെ ടാക്സി വിളിച്ചിട്ട് പുള്ളി സഞ്ചരിച്ച ആ നാടുകളിലൂടെയൊക്കെ എന്നെ കൊണ്ടുപോയി അവിടെയുള്ള സുഹൃത്തുക്കളുടെ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കൗതുകത്തിന്. അപ്പൊ അവിടെ കുട്ടൂർ പാലം എന്നൊരു പാലം ഉണ്ട് പരവൂര്. പാലത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ പുള്ളി കാർ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ പാലം അറിയോ, ഈ പാലത്തിനൊരു പ്രാധാന്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്താ പക്ഷേ എൻ്റെ ഒരു പാട്ട്
ഇൻസ്പയർഡ് ആണ് ഇവിടുന്ന്. അപ്പോൾ എന്താ സംഭവിച്ചില്ല, ഈ പാലത്തിന് താഴെ തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ഇപ്പുറത്തെ തോണിക്കാർ അപ്പുറത്തെ തോണിക്കാരന് സിഗ്നൽ കൊടുക്കും, ഒരു ഹമ്മിങ്, ഒരു ഊ എന്ന് പറഞ്ഞിട്ടൊരു ഹമ്മിങ്. അപ്പൊ അത് കേട്ടിട്ടാണ് ഇതേ സ്കൂളിൽ പോവുക എപ്പോഴും. അപ്പൊ അതിങ്ങനെ മനസ്സിൽ ഭയങ്കര രസമായിട്ടാണ്, മ്യൂസിക്കലാണെന്ന് പറഞ്ഞു. പിന്നെ ഈ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു ചെയ്തപ്പോ ആ ഹമ്മിങ് ഇരുന്നാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനപ്പോ ആലോചിച്ചു, നമ്മളൊക്കെ മുജ്ജന്മ സുഹൃത്തായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും ദേവരാം മാഷ കാണാൻ, ദേവരാം മാഷ എന്ന് പറഞ്ഞാൽ വളരെ പരുക്കനായിട്ടൊരു മനുഷ്യനായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. ആരും ആദ്യം തന്നെ, ഞാൻ തന്നെ എൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ വന്നിട്ട്, മാഷെ ഞാൻ എന്റെ പത്രത്തിൽ നിന്നാണ്, ഒരു ഇന്റർവ്യൂ വേണം എന്ന് പറഞ്ഞു. മാഷ് എനിക്ക് വേണ്ട അങ്ങനെ പറയുന്നവരാണ്. പക്ഷെ മാഷ് എന്നോട് വളരെ അതുപോലെ തന്നെ വേറെ സംഭവിച്ചു, ഈ പാട്ട് സിനിമയിൽ, തുലാഭാരം സിനിമയിൽ പാടി അഭിനയിച്ചതൊരു സ്ട്രേഞ്ചറാണ്. കാരണം പണ്ടത്തെ സിനിമകളിൽ കാണാലോ, ഇപ്പോ തോണിക്കാര് അവരൊക്കെയാണ് ആ സീനിൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരാള് പാടി അഭിനയിച്ച ഇതാരാന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ അതൊരു ബെന്നി എന്ന് പറഞ്ഞൊരാള്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ശരിക്കും യേശുദാസ് പാടി അഭിനയിച്ച് പാടേണ്ട പാട്ടായിരുന്നു. വിൻസൻ മാഷ് ദാസേട്ടന്റെ മനസ്സിൽ കണ്ടിട്ടാണ്, ദാസേട്ടനൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ് ഈ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന ബെന്നിനെ വിളിച്ചിട്ട്, അങ്ങനെ ബെന്നി കുറെ പടങ്ങളിൽ പാട്ട് അവര് പാടി അഭിനയിച്ച ആളെയും കണ്ടു, കമ്പോസ് ചെയ്ത ആളെയും കണ്ടു, പാടിയ ആളെയും കണ്ടു. അപ്പൊ നമുക്ക് അന്നൊന്നും സങ്കല്പിക്കുന്നില്ലല്ലോ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ നമ്മൾ എന്തെങ്കിലും കാണും, അവരുമായിട്ട് ഇടപഴകുന്നു. അപ്പൊ അങ്ങനെ കുറെ കാലം കുറെ ഭാഗ്യം തന്നെന്ന് എനിക്ക് പറയാനുണ്ട്. ഈ മ്യൂസിക് റിവ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് കൺസിഡർ ചെയ്യാൻ? ഞാൻ ശരിക്കും പറഞ്ഞാൽ നിരൂപണം നടത്താറില്ല. കാരണം വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാല്, ഈ പാട്ടുകള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വെറുക്കുന്നു, പ്രത്യേകിച്ച് ഒരു ലോജിക്കും ഇല്ല. നമ്മൾ വിചാരിക്കും ഇന്ന പാട്ട് മോശമാണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 100,000 ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഉഗ്രം. എനിക്ക് ഇപ്പൊ ഈ പവിഴം പോലെന്നുള്ള പാട്ട്, അല്ലെങ്കിൽ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അത് അസാധ്യ പാട്ടാന്ന് ഞാൻ എഴുതി എന്ന് വിചാരിക്കുക. ഉടനെ ഒരു ഫോൺ വരും, ഇതെന്ത് പാട്ടാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വളരെ വൈയക്തികമായിട്ടുള്ള ഒരു അനുഭവമാണ്. എനിക്കിഷ്ടമുള്ള പാട്ട് ഇഷ്ടമില്ലാത്ത പാട്ടെന്ന് പറയാൻ പറ്റുള്ളൂ, മഹാഗാനം പറയാൻ പറ്റില്ല. അത് ഭയങ്കര രാഗാധിഷ്ഠിതം ആയിരിക്കാം ചിലപ്പോ. ചില ആളുകൾക്ക് 12 മിനിറ്റ് പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും പാടുമോ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ച് മഹത്തായ സൃഷ്ടിയാണത്. പക്ഷെ ഒരിക്കലും ജനകീയമാണെന്നില്ല. അതുകൊണ്ട് കഴിയുന്നു. പിന്നെ അതിനെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ള ആളല്ല ഞാൻ, പാണ്ഡിത്യവും ഇല്ല, ശാസ്ത്രീയ രാഗങ്ങളെ കുറിച്ച് ധാരണയില്ല. ഞാനൊരു വൈകാരികമായിട്ടാണ് പാട്ടിനെ, ഇമോഷണൽ. സാധാരണ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പാട്ട് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ, എത്രയോ പേര് എന്നെ വിളിക്കാറുണ്ട്, ഞാൻ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് കൂടി പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് എൻ്റെ ഒരു ശൈലി. അല്ലാതെ ഭയങ്കര ശാസ്ത്രീയമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീപക്ഷ രചനകൾ, അല്ലെങ്കിൽ സവർണ ആവർണ ഭേദം, സിനിമാ ഗാനം, ഇതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയങ്ങളെയല്ല. അതെനിക്ക് സ്പർശിക്കാവുന്ന അതിന് അത്രയും ആഴമുള്ള ഒരു വിവരവും ഇല്ല. അതൊരു നല്ല ഒരു ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ശരിയാണ്, അതിപ്പോ ഏത് റിവ്യൂ ആണെങ്കിലും അതൊരു പേഴ്സണലാണ്, നമുക്കേ പറയാൻ പറ്റുള്ളൂ. ചില മൂവി റിവ്യൂസ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെ അടച്ച് ബ്ലണ്ടായിട്ടും ആ മൂവി ഒരു ഫ്ലോപ്പ് ആണെന്ന് എഴുതാൻ ഉള്ള ഒരു റൈറ്റ് മ്യൂസിക് റിവ്യൂവേഴ്സിനെ അധികം കാണാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഒരു അപ്രോച്ച് ഉണ്ടോ എന്ന് ചോദിച്ചത്. അല്ല, ഞാൻ പറയാം, ഞാൻ എൻ്റെ ഒരു ഇന്ററാക്ഷനിൽ പെർഹാപ്സ് ഐ എം ഇന്ററാക്ടിങ് വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഡസ് എ മ്യൂസിക് റിവ്യൂ. അത് ഐ ഫീൽ വെരി ഓണേർഡ്. ബിക്കോസ് ആ നറേഷൻസ്, മിസ്റ്റർ മേനോന്റെ ഇന്ററാക്ഷൻസ് ഒക്കെ വളരെ, ഞാൻ പറഞ്ഞ ഒരു സുഹൃതമാണ്. ഇവരെയൊക്കെ കാണാൻ പറ്റുക, അവരോട് അറിഞ്ഞ ഇന്ന സാഹചര്യത്തിലാണ് ആ പാട്ട് എഴുതിയെന്നൊക്കെ അവർ പറയാന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിനെക്കാളും എനിക്ക് സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ, സാധാരണ മനുഷ്യര് വിളിക്കും, രാത്രികളിലൊക്കെ ചിലപ്പോൾ വിളിക്കും, ബെറ്റ് വെച്ചിട്ടൊക്കെ വിളിക്കും, 1 മണിക്കൊക്കെ. ഒരു പ്രാവശ്യം ഒരാളെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ മഞ്ഞനയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിയാണ് ധനുമാസ ചന്ദ്രിയാണ്? ഞാൻ പറഞ്ഞു, ധനുമാസ ചന്ദ്രിയ ഉറക്കത്തിന് വിളിച്ചത്. അപ്പോ മധുമാസല്ലേ? അല്ല.
പക്ഷെ ഞാൻ നോക്കുമ്പോൾ പലരും അങ്ങനെയാ പാടുന്നത്. മധുമാസ ഇപ്പൊ ആരോ വിരൽ മീട്ടി എന്നാണ് പലരും പാടുന്നത്, പക്ഷെ ആരോ വിരൽ നീട്ടി എന്നാണ് പാട്ടല്ലേ. അപ്പൊ ഇതൊക്കെ, പക്ഷെ ഈ തെറ്റുകളൊന്നും ജനത്തിനെ സംബന്ധിച്ച് പ്രശ്നമല്ല, അത് വേറെ കാര്യം. നീഴ്മിഴിപ്പീലി എന്നാണ് വായന എഴുതിക്കുന്നത്, യേശുദാസ് പാടിക്കുന്നത് നീർമിഴിപ്പീലി എന്നാണ്. അതൊക്കെ എന്താ വെച്ചാൽ ചിലപ്പോൾ പാടുന്ന കമ്പോസർ ശരിക്ക് ഗൈഡ് ചെയ്യാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ സിംഗർ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാവാം. എനിക്കൊന്ന് ഇതിനൊക്കെ അപ്പുറത്താണ് പാട്ടുകൾ. കേൾക്കുന്നവർക്ക് ഇതൊന്നും അല്ലല്ലോ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ കാലഘട്ടം, ടെക്നോളജിയുടെ ഒരു കാലഘട്ടം അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു റെയിനിങ് സുപ്രമസി ആയിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ത്രെറ്റ് ആർട്ട് ഫീൽഡിന് കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് മ്യൂസിക് ഫീൽഡിന് ഒരു ആസ്വാദകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു റിവ്യൂവറൊക്കെ ആയിട്ട് ഈ ജയൻസ് ഓഫ് യെസ്റ്റേഴ്സ്, ഡോയൻസിനൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇപ്പൊ ഇതാ ഇങ്ങനെയാണ് മ്യൂസിക് ഉണ്ടാക്കുന്നത് വിത്തിൻ സെക്കൻഡ്സ്. എന്താണ്, വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ദാറ്റ്? അല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് സിനിമയിൽ പാട്ട് എന്ന് പറയുന്നത് അനാവശ്യമാണ്. ശരിക്കും നമ്മുടെ സിനിമ വളരെ മാറി. അഭിനയത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റ്സ് മാറി, സംവിധാനം, സ്വാഭാവികമായിട്ടുള്ള അഭിനയമായി, എഡിറ്റിംഗ്, സൗണ്ട് റെക്കോർഡിങ്, ബാക്കി എല്ലാം മാറി. ക്യാമറ എല്ലാം മാറി, വളരെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മാറി. BGM റീ റെക്കോർഡിങ് സാധ്യമായിട്ട് മാറി. പക്ഷെ നമ്മുടെ പാട്ടുകൾ തുടങ്ങിയെടുത്ത് നിൽക്കുന്നു എന്ന് പറയില്ല, അതിലും പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള നമ്മുടെ ഈ പാട്ടുകളിൽ ലിറിക്കൽ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതുപോലും മാറിയിട്ടില്ല. നമുക്കെപ്പോഴും മഴ, കരട്, കുളിര്, ഇങ്ങനത്തെ കുറെ ഇതുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, എഴുത്തുകാരെ കുഴപ്പമില്ലത്. അങ്ങനെ ഒരു ഈ കാലത്തിനനുസരിച്ച് സംഗീതത്തിലും വേണ്ട മാറ്റങ്ങളെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള സംവിധായകരില്ല എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ അപൂർവം പേരെ മ്യൂസിക് എങ്ങനെയാണ് സ്വന്തം സിനിമയിൽ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു ആശയം, കൃത്യമായ ഐഡിയ ഉള്ള ആളുകളുള്ളൂ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ അപൂർവം പേരേ ഉള്ളൂ. നമ്മൾ പലരും സംഗീതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നത് സംഗീതം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് സിനിമയിൽ. 70-75 വർഷം മുമ്പ് സത്യജിത് റോയ് പഥേർ പാഞ്ചലിയിൽ ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ സ്കോർ കേട്ടാൽ അതൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുക. ഹരിഹർ റാവ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മകള് മരിച്ച കഥ കേൾക്കുന്ന സമയത്ത് വരുന്ന ടാർഷേന എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് രവിശങ്കർ. അതിന്റെ ആ കാലഘട്ടത്തിൽ അത് എത്ര എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് വായിക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് ഒരു ഇൻസ്ട്രുമെന്റ് അവിടെ പറ്റില്ല. അത് കുറച്ചുമല്ല കൂടുതലും ഇല്ല. അങ്ങനെ കൃത്യമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ പലപ്പോഴും ഒരു ഹൊറർ ഫിലിം എടുത്താൽ പോലും ലൗഡാണ് മ്യൂസിക്. നമ്മളെ പ്രേതങ്ങൾ വരുമ്പോ നമ്മൾ അറിയിക്കാതിരിക്കുക. നമ്മൾ മ്യൂസിക് അതിന് മുമ്പ് തന്നെ തുടങ്ങും, ഇതാ പ്രേതം വരുന്നു. സൈലൻസ് എങ്ങനെ യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് പേരുണ്ട് കേട്ടോ. പലരും, ഞാൻ പറയാം എല്ലാവരും അല്ല, അടക്കി ആക്ഷേപിക്കില്ല, പക്ഷെ വളരെ അപൂർവമാണ്. അതുപോലെ തന്നെ പാട്ടുകളും പല സിനിമകളിലെ പാട്ടുകൾ അധികപ്പറ്റാണ്. മനോഹരമായ ഒഴുക്കിൽ കഥ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പാട്ട് വരും, ഇതൊരു ബന്ധം ഉണ്ടാവില്ല, ഇത് എപ്പോഴും അവസാനിക്ക് വെച്ച് കാത്തിരിക്കും നമ്മള്. സത്യമാണത്. പക്ഷെ എന്റെ അഭിപ്രായത്തെ ഞാൻ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൊണ്ട് പാട്ടിന് വേണ്ടി സംസാരിക്കണം എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സിനിമ കാണുമ്പോൾ പാട്ട് എന്തിനാന്ന് തോന്നും. പിന്നെ നമ്മുടെയൊക്കെ കാലത്ത് ഇത്രയും നല്ല പാട്ടുകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പാട്ടുകൾ കേൾക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അത് കേട്ടോ. റാപ്പുകളുടെ കാലഘട്ടമാണല്ലോ ഇപ്പൊ. റാപ്പ് ആൻഡ് റാപ്പേഴ്സിനെ എന്താണ്, റാപ്പേഴ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ റാപ്പ് ഗാനങ്ങളെ കുറിച്ചുള്ള? റാപ്പിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി എനിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഉദ്ദേശിച്ചത് മലയാളത്തിൽ ഇപ്പൊ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കൂടിയാണ് റാപ്പ് എന്ന് പറയുന്നത്. വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സംഭവം. തീവ്രമായിട്ടുള്ള ആശയങ്ങൾ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന, വിദേശത്തായാലും ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും ഒക്കെ അങ്ങനെ ഡെവലപ്പായി വന്ന ഒരു ജാനറാണ് റാപ്പ്. അതൊരു കമേഴ്സ്യൽ എലിമെന്റ് അതിലില്ല ശരിക്കും. അത് മനുഷ്യന്റെ സ്വപ്നങ്ങള്, തകർന്ന സ്വപ്നങ്ങള്, ഈ ഭാവിയെ കുറിച്ചുള്ള ഭീതികള്, അങ്ങനെ ലിറിക്കൽ ആസ്പെക്റ്റാണ് അതിലെ ഏറ്റവും പ്രധാനം. അതൊരിക്കലും ഒരു സിനിമാറ്റിക്, അതിന്റെ മ്യൂസിക്കൽ ആസ്പെക്ട് വെച്ച് അതിനെ ജഡ്ജ് ചെയ്യാനേ പാടില്ല. മാത്രമല്ല റാപ്പിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയേണ്ടത്
അതാരെ ഉദ്ദേശിച്ചിട്ടാണോ എഴുതപ്പെട്ടിട്ടുള്ളത്? സമൂഹത്തിലെ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജാതീയമായി താഴെ നിൽക്കുന്ന വളരെയധികം ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിനെ പറ്റിയാണ് ആ റാപ്പ് സംഗീതം വരുന്നത്, അല്ലെങ്കിൽ റാപ്പ് വരികൾ വരുന്നത്. അവർക്കേ അതിനെക്കുറിച്ച് പറയാം, അവർക്കേ അത് ഫീൽ ചെയ്യുള്ളൂ. അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അല്ലാതെ സാധാരണ ഒരുത്തൻ പാട്ട് കേട്ടിട്ട് അതിന്റെ ട്യൂണ് കുഴപ്പമില്ല, മറ്റേ റാപ്പിനെക്കാളും ഇങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അതിലും തീവ്രമായിട്ടുള്ള സാമൂഹിക സന്ദേശമാണ് അതിനകത്ത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊരു കമേഴ്സ്യൽ ഇവന്റാണ്. നല്ല പൈസ വാങ്ങും, റാപ്പെങ്കിൽ റാപ്പ്, പോപ്പെങ്കിൽ പോപ്പ്, ഇത്രയേ ഉള്ളൂ. അതിനൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വേറെ തന്നെ ഒരു മ്യൂസിക്കൽ, അതെ മ്യൂസിക് അതൊരു സ്പെഷ്യൽ ഒരു ജാനറാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം നമ്മൾ അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകുമ്പോൾ ഇതെന്താണ്, ഇതിന്റെ ഹിസ്റ്ററി എന്താണ്, ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു എന്ന് ഉള്ളൊരു ഇതില്ലാണ്ട് ഡിസ്കഷനിലേക്ക് പോകുന്ന പോലെ പുതിയ പാട്ടുകളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കണ്ടംപററിയിലെ ഏജില് മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ട് ഓർമ്മിച്ച് പറയാമോ? വളരെ ബുദ്ധിമുട്ടാണ്, വരികൾ പോലും എനിക്ക് ഓർമ്മയില്ല സത്യം പറയാലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാല് ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ വരുന്ന പാട്ടുകൾ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യാറുണ്ട് തോന്നുന്നു എനിക്ക്. ഒരേ തുടക്കം, അത് കഴിഞ്ഞിട്ട് ആ പല്ലവി അനുപല്ലവിയിലേക്ക് ഉണ്ടാവും. അതിനൊക്കെ ഒരു പ്രത്യേക ഒരു സ്ട്രക്ചറാണ്. അതൊരു പാട്ട് ഹിറ്റായി എന്ന് വെച്ചാൽ അതേപോലെ ഈ വരികൾ മാത്രമേ മാറുന്നുള്ളൂ. അതിനുപയോഗിക്കുന്ന ശബ്ദങ്ങൾ പോലും അവർ കൊണ്ടുവരുന്ന ഇൻസ്ട്രുമെന്റൽ ബിറ്റുകൾ എല്ലാതും സമാനത തോന്നുന്നു എനിക്ക്. ഇന്ന പാട്ടെന്ന് ഇന്ന പാട്ട് വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഒരിക്കലും ഈ സംഗീതത്തിലെ പരീക്ഷണങ്ങളെ തള്ളി പറയാൻ പറ്റില്ല. കാലത്തിനനുസരിച്ച് സംഗീതം മാറും. ഇന്നത്തെ കാലത്ത് ഓരോ കാലത്തിനനുസരിച്ച് ഇപ്പോൾ ജെറിമാ ഷെരിക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സുഹാനി രാത് ഡൽചുക്കി, അവരൊക്കെ ചെറുപ്പമാണ്. സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുന്ന സമയത്ത് സുഹാനി രാത് ഡൽചുക്കി എന്നുള്ള പാട്ടുമായിട്ട് റെഫ്സായിട്ട് വരിക. അത് ഭയങ്കര ഏറ്റവും അന്നത്തെ യങ്സ്റ്റേഴ്സ് മൊത്തം ഏറ്റെടുത്തിരിക്കുക. അപ്പൊ പുള്ളിയുടെ ഒരു അമ്മാവൻ ചോദിക്കും, ഇതെന്ത് പാട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്? സൈകളുടെ പാട്ടല്ലേ പാട്ട്, ഇത് ഇയാളുടെ കരയുന്ന മാതിരിയാ പാടുന്നത്. അപ്പൊ ആലോചിച്ച് പിന്നെ റഫീ സാഹിബ് അരനൂറ്റാണ്ട് നടത്തുന്നതാണ്. അപ്പൊ ഏത് കാലത്തും പഴയതാണ് ഉന്നതം എന്നൊരു, പുതിയത് മോശമാണെന്നുള്ള അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് മോശം എന്നുള്ളത് മോശമായിട്ട് തന്നെ നിൽക്കും. ഇപ്പൊ ലിറിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. ലിറിക്സ് തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്, അവിടെ അനൗചിത്യം ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. മ്യൂസിക്കിനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ശ്രുതിശുദ്ധമല്ലാത്ത സംഗീതം പോലും ആളുകൾ ആസ്വദിക്കും. എന്നാലും ചില ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. എനിവേ, ഇപ്പൊ ആരാധി എന്നുള്ള പാട്ടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അമ്പിളിയിലെ പാട്ട് അല്ലേ? ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ കൊഹിനൂറിലെ ഒരു പാട്ട്, അതാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്. പുതിയൊരു ഒക്കെ നല്ല പാട്ടുകൾ പിന്നെ വന്നതാണെങ്കിൽ പോലും, കുറച്ച് മുമ്പേ ആണെങ്കിൽ പോലും വിദ്യാസാഗറിന്റെ പാട്ടുകൾ എനിക്ക് വളരെ, കാരണം മലയാളിയേക്കാൾ മലയാളിയുടെ മനസ്സറിഞ്ഞ് കമ്പോസ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നു വിദ്യാച്ചി. അതായത് ആധുനികതയും അതേസമയം മൗലികതയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കമ്പോസറായിട്ട് തോന്നി. ഇരുന്ന് പോകാൻ തോന്നുന്നു, പക്ഷേ എവറി ഗുഡ് തിങ് ഹാസ് ടു കം ടു എൻ എൻഡ് അല്ലേ? പക്ഷെ അതിന് മുൻപേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്പോർട്സിലും സംഗീതത്തിലും ഒരുപോലെ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു ഫുട്ബോൾ മാത്രമാണ് കവർ ചെയ്തിരുന്നത് എന്നല്ലേ? അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? അതിനൊരു റീസൺ എനിക്ക്, അതും ഒരു ജേർണലിസ്റ്റിന്റെ ഒരു സ്വാധീനമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങള് വയനാട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മാതൃഭൂമിയില് വിംസി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു. മാതൃഭൂമിയുടെ സ്പോർട്സ് റിപ്പോർട്ടറായിരുന്നു, ന്യൂസ് എഡിറ്ററുമായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്ത്, അത് ഞാനന്ന് കളി കാണുന്നൊന്നുമില്ല, റോഡിൽ വീട്ടിൻ്റെ അടുത്തൊക്കെ കളിക്കുന്നില്ലാണ്ട് ഇപ്പോ പെലെയെ കുറിച്ച് അല്ലെങ്കിൽ യോഹാൻ ക്രൈഫിനെ കുറിച്ചൊക്കെ എഴുതി വായിക്കുകയാണ്. അത് വിംസി എഴുതിയിട്ടുള്ള ഈ കോപ്പീസ് വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഇവർ വന്ന് കളിക്കുകയാണ്. യോഹാൻ ക്രൈഫ് നൃത്തം ചെയ്ത് പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ യോഹാൻ ക്രൈഫിന്റെ നൃത്തമാണ്, സ്വർണ്ണ തലമുടിയുള്ള ഒരാള്. അങ്ങനെയൊക്കെ എഴുതിയിട്ട് എനിക്കത് ആ വിഷ്വൽ എഫക്റ്റോട് കൂടിയിട്ടാണ് പുള്ളി എഴുതുക. അങ്ങനെ എനിക്ക് ഫുട്ബോളിനോട് അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഫുട്ബോളിനോട് ഇഷ്ടം ഉണ്ടായിരിക്കാം, പക്ഷെ ഈ എഴുത്തുകൂടി വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് ഫുട്ബോൾ ഒരു ഭയങ്കര പാഷനായിട്ട് വളർന്നു അന്നത്തെ കാലത്ത്. ഞാനിപ്പോൾ വിചാരിക്കും നമ്മുടെ ഇന്റർനാഷണൽ ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇന്ത്യൻ ഫുട്ബോൾ മോശമാണ് അല്ലെങ്കിൽ കേരള ഫുട്ബോളൊക്കെ കാണാൻ പറ്റും. ഇതൊന്നുമില്ല. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് പന്ത് ഉരുളുന്നു, 11 ആളുകൾ അതിന്റെ പിന്നെ അല്ലെങ്കിൽ 22 ആളുകൾ അതിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു. ഇത് മതി.
നമ്മുടെ നാട്ടില് സാധാരണ പിള്ളേർ കളിക്കുമ്പോൾ ആ ഫുട്ബോളിന്റെ ഒരു മാസ്മരികത എന്നിലേക്ക് കൊണ്ടുവന്നത് ഈ എഴുത്താണ്. പിന്നെ ഞാൻ ആ ശൈലിയിൽ നിന്ന് സ്വാധീനത്തിലായിരിക്കും, ചിലപ്പോൾ ആ ശൈലിയുടെ സ്വാധീനത്തിലായിരിക്കും എഴുതി തുടങ്ങിയതും. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എഴുതി, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്പോർട്സിനെ കുറിച്ചൊക്കെ എഴുതി, അത് പബ്ലിഷ് ചെയ്തു വന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇത് എഴുത്ത് വായിച്ചിട്ട് വിൻസിയെ ഞാൻ നേരിട്ട് കണ്ടു. അദ്ദേഹമാണ് എന്നെ ജേർണലിസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, നിർബന്ധിച്ചതും റെക്കമെൻഡ് ചെയ്തു എൻ്റെ പേര്. അങ്ങനെ ജേർണലിസ്റ്റിന് പോയി, ജേർണലിസത്തിന് ഫസ്റ്റ് റാങ്ക് അവിടെ വന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ കേരളവതിയിൽ ജോയിൻ ചെയ്തു. പിന്നെ ആ യാത്രയും തുടങ്ങി. അപ്പൊ അവിടെയൊക്കെ ഫുട്ബോളായിരുന്നു എനിക്ക്. സ്പോർട്സ് തന്നെയായിരുന്നു എപ്പോഴും ഹാൻഡിൽ ചെയ്തിരുന്നത് അല്ലേ? വേറൊരു ഒന്നിലേക്കും തിരിയാൻ തോന്നിയില്ല? ഇല്ല, എല്ലാവരും പറയായിരുന്നു നിങ്ങൾ ഒരാൾക്ക് അന്ന് സ്പെഷ്യലൈസേഷന്റെ കാലമല്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ അന്നത്തെ ന്യൂസ് എഡിറ്റർ മാത്യു സാർ, PJ മാത്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഈ യങ്സ്റ്റേഴ്സിനെ പൊന്തിച്ചു കൊണ്ടുവരിക എന്നുള്ള പുള്ളിയുടെ ഒരു എന്താ പറയുക ദൗത്യമായിരുന്നു. അപ്പൊ പുള്ളിക്ക് നമ്മൾ ഏതിലാണ് എക്സൽ ചെയ്യുന്നത് അത് വെച്ചിട്ട് പുള്ളി അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നു. അതുകൂടി അതിനൊരു കാരണമായിരിക്കാം. എനിവേ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കുറേ ടൈറ്റിൽസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നിരൂപകൻ, ആസ്വാദകൻ, കോളംനിസ്റ്റ്. ഇപ്പം സംസാരിച്ചു വന്നപ്പോൾ എത്രയോ പേരുമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റിയൊരു കരിയർ ഗ്രാഫും എല്ലാം. ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്പ് ഏതായിരിക്കും? ഈ വേറെ ചെയ്ത പല ക്യാപ്പുകളിൽ എന്തായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം? ഒന്നും അറിയപ്പെടണ്ട, എനിക്ക് സംഗീതാസ്വാദകൻ ആയി ജീവിച്ചു മരിക്കുക, അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഒരു പോളിസി, പലരും ചോദിക്കാറുണ്ട്, നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നതിൽ നിങ്ങൾ ആരെയും വിമർശിച്ചൊന്നും എഴുതുന്നില്ലല്ലോ. യേശുദാസിന്റെ നിങ്ങൾക്ക് യേശുദാസിന്റെ ഒക്കെ മോശപ്പെട്ട ആവശ്യങ്ങൾ എഴുതിക്കൂടെ, ചിത്രത്തിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുക ആളുകൾ. എനിക്കൊന്ന് മലയാളിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും അത്. ഞാൻ പറയും, എന്തിനാ വെറുതെ? ജീവിതത്തിൽ ധാരാളം തിന്മകളുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ തിന്മകൾ കണ്ടു തുടങ്ങും, കേട്ടു തുടങ്ങും. ഫേസ്ബുക്ക് തുറന്നാൽ തിന്മയേ ഉള്ളൂ. ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ തുറന്ന മനുഷ്യനെ തെറി പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്തിനാ എൻ്റെയും കൂടി ഒരു തിന്മ? ഞാൻ കുറച്ച് നന്മ എഴുതി ജീവിച്ചോട്ടെ. ഒരു മനുഷ്യനെ ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു കളിക്കാരനെ അവരെന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ മാത്രമേ അവരെ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോ ഡീഗോ മറഡോണ, ഞാൻ ഇന്നലെ ഇന്ററാക്ഷനിൽ ഡീഗോ മറഡോണ ഇസ് എ പോയട്രി ഇൻ മോഷൻ. ആ പന്തുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് മൂവ് ചെയ്യാണ്, ഡാൻസിങ് സ്റ്റെപ്സോട് കൂടിയിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് ഇങ്ങനെ പാറ്റ് രീതിയിൽ കടന്നിങ്ങനെ ഡിഫൻഡറെ പെട്ടെന്ന് കബളിപ്പിച്ചു കൊണ്ടിട്ട് പന്ത് അയക്കുന്ന ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഇയാള് 4 പ്രാവശ്യം കല്യാണം കഴിച്ച ആളല്ലേ, ഇങ്ങനെ ചോദിച്ചത് കംപ്ലീറ്റ് രസച്ചേർത്ത് മുറിഞ്ഞു. പിന്നെ എന്തിനാണ് ഇത് കാണുന്നത്? ഇങ്ങനെയുള്ള ആളുകൾ ലോകത്തുണ്ട്. അവരിൽ ഒരാളാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു തോട്ട്, നല്ലൊരു ടോക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി ശ്രീ രവി മേനൻ. ഈ ഒരു ചെറിയ എനിക്കൊന്ന് 3 ദിവസത്തേക്കാണെന്ന് തോന്നുന്നു ബഹ്റിനിൽ വന്നത്. ബഹ്റിനിൽ വന്നപ്പോൾ ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ഈ ഒരു 45 to 50 മിനിറ്റ്സ് എടുത്തതിൽ ഒരുപാട് നന്ദി. ഒരു കോൺവെർസേഷനും അപ്പുറം അനുഭവങ്ങളിലൂടെ ഒരു യാത്ര. ഈ യാത്ര ഇങ്ങനെ ഒരുപാട് നേരം തുടരാം, പ്രത്യേകിച്ച് പാട്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ രവി മേനോൻ. And this is Rajeev Unikrishnan signing off until we meet with yet another exciting guest on the next guest, only on the 973 show.